എല്ലാവർക്കും വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സമ്പത്തിൻ്റെ സുവിശേഷം എന്നുള്ള നമ്മുടെ ഈ വചന പഠന വിചിന്തന പരമ്പര 51ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഈ സാമ്പത്തികമായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ ബൈബിൾ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വചനാടിസ്ഥാനത്തിലും അതിൻ്റെ എക്ലേസിയൽ ഡോക്യുമെൻസിൻ്റെ വെളിച്ചത്തിലും സഭാ പഠനങ്ങളുടെ വെളിച്ചത്തിലും നമ്മൾ ഈ മണി മാനേജ്മെൻറ്റ് എങ്ങനെ പണത്തെ കൈകാര്യം ചെയ്യാമെന്നുള്ള വിഷയം തുടക്കത്തിൽ ഞാൻ ഓർത്തില്ല ഇത്രയും വ്യാപകമായ രീതിയിൽ ഇതിന് സ്വീകാര്യത വരുമെന്നും ഇത്രയധികം എപ്പിസോഡുകൾ നമ്മൾ പിന്നിടുമെന്നും ഒക്കെ ആദ്യം ചിന്തിച്ചില്ല. പക്ഷേ കൂടുതൽ വ്യൂവേഴ്സ് വരികയും കൂടുതൽ പേർക്ക് ഇത് ഉപകാരപ്രദമാവുകയും ചെയ്യുന്നുവെന്ന് അറിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫോൺ കോളിലൂടെയും നമ്മുടെ വീഡിയോയ്ക്കും ഫേസ്ബുക്കിലും അടിയിൽ വരുന്ന കമൻറ്റുകളിലൂടെയൊക്കെ ഞാൻ പോകുമ്പോൾ എത്രത്തോളം മനുഷ്യരുടെ ജീവിതത്തെ ഇത് സ്വാധീനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സമ്പത്തുമായിട്ടുള്ള ചിന്തകൾ അവർ ചിന്തിച്ചു വെച്ചതല്ല ശരിയെന്നും വചനവും സഭാപഠനങ്ങളും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണെന്നും ഒക്കെയുള്ളൊരു തിരിച്ചറിവിലേക്ക് പ്രേക്ഷകരെല്ലാവരും എത്തിച്ചേരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ ഇപ്രകാരമാണ് ഒരു കമൻ്റ് ഇട്ടത്. ഞാനത് വായിക്കാം. സമ്പത്തിൻ്റെ സുവിശേഷം പ്ലേലിസ്റ്റായി നൽകിയതിന് നന്ദി. ഈ വിലപ്പെട്ട സാമ്പത്തിക സന്ദേശങ്ങൾ പഠിക്കാൻ ഇത് വളരെ സൗകര്യപ്രദമാണ്. ഞാൻ ഓരോ വീഡിയോയും പഠിക്കുന്നുണ്ട്. വളരെ വിലപ്പെട്ടതാണ്. വളരെ നന്ദി ടീച്ചറെ. പ്രത്യേകിച്ച് ഇതുപോലുള്ള കമൻറ്റുകൾ വായിക്കുമ്പോൾ അവർ നിരന്തരം ഇരുന്ന് പഠിക്കുന്നു. മറ്റൊരാൾ എഴുതിയിട്ടുണ്ട്, ഞാൻ ബുക്കും പേനയും എടുത്തു വെച്ചിട്ടാണ് ടീച്ചർ വരുന്ന വചനങ്ങളും ആശയങ്ങളും കുറിച്ച് വെച്ച് ഇപ്പോൾ ഏതാണ്ട് കുറേ അധികം പേജുകൾ മുന്നോട്ട് പോയി കഴിഞ്ഞു എൻ്റെ നോട്ട്ബുക്കിലെന്ന്. കാരണം ഈ വിഷയം ഒന്നാമത് പണമായതുകൊണ്ട് മനുഷ്യൻ്റെ വൈകാരികമായും ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയപരമായ പഠനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു എക്കണോമിക്സ് പ്രൊഫസർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും ദുഃഖത്തോടെ ഓർക്കുന്ന കാര്യമാണ്. 10-30 വർഷത്തിലേറെ കാലം സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുകയും ധാരാളം സാമ്പത്തിക ഗ്രന്ഥങ്ങൾ എഴുതുകയും ധാരാളം പേർക്ക് സാമ്പത്തിക കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയത് പലരും ജീവിതത്തിൽ കടക്കെണിയിലും മറ്റു പ്രശ്നങ്ങളിലും ചെന്ന് പെട്ടുപോയത് ഇതേക്കുറിച്ചുള്ള ശരിയായ അവബോധം അവർക്ക് ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഈ സമ്പത്തിൻ്റെ സുവിശേഷം എന്നുള്ള ഈ ചിന്തകൾക്ക് ഇത്രയേറിയ സ്വീകാര്യത ലഭിക്കുകയും അവരുടെ ജീവിതത്തിൽ ഇത്രത്തോളം ഉപകാരപ്രദമാവുകയും ചെയ്തത്. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഒരു റിട്ടയേർഡ് സ്കൂൾ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു വീഡിയോയായിട്ട് ബന്ധപ്പെട്ട സംശയം ചോദിച്ചതാണ്. ധാരാളം കടമുണ്ട്, ഒരു 50 ലക്ഷത്തോളം കടമുണ്ട്, പക്ഷെ അസറ്റും അതിനേക്കാൾ ഏറെ അതിൻ്റെ ഒരു 4 മടങ്ങുണ്ട്. എങ്ങനെയാണ് ഈ കടത്തെ ഇനി ഞാൻ റിട്ടയർ ചെയ്തല്ലോ, ഇനി ഈ കടത്തെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യണം? അസറ്റ് വിൽക്കണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ ഈ കടത്തെ ഞാൻ മാനേജ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ ആലോചിക്കാത് ഇവരുടെ എല്ലാം ജീവിതത്തിൽ അവരെ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും? പ്രത്യേകിച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ. തമ്പുരാൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. തോന്നുന്ന പോലെ ചെലവഴിക്കാൻ ആഗ്രഹമില്ല, തോന്നുന്ന പോലെ സമ്പത്ത് ഉണ്ടാക്കാനും ആഗ്രഹമില്ല. ദൈവം എങ്ങനെ എന്നിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, എൻ്റെ കുടുംബം ഈ മേഖലയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്. ഇതറിയുമ്പോഴുണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷമാണ് ഇതിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ വീഡിയോയിലൂടെയും നമ്മൾ വളരെ പല കാര്യങ്ങളാണ് പഠിച്ചത്, അല്ലേ? ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, ഒരു വചനത്തിൻ്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് പണത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഉടലെടുക്കുന്നത് ഒരു ബിബ്ലിക്കൽ ഹാബിറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആണ്. സാമ്പത്തികമായിട്ടുള്ളൊരു അനുഗ്രഹത്തിൻ്റെ വചനാടിസ്ഥാനത്തിലുള്ള ചില സ്വഭാവങ്ങൾ. മണി പ്രോബ്ലംസ് ആർ നോട്ട് റിയൽ മണി പ്രോബ്ലംസ്, ദേ ആർ മണി ഹാബിറ്റ്സിൻ്റെ പ്രോബ്ലംസ് ആണ്. പലരും വേണ്ടാത്ത രീതിയിൽ മണി ഹാബിറ്റ്സ് ഉണ്ടാക്കുന്നത് മൂലം എപ്രകാരം പണം സമാഹരിക്കണം, ചെലവഴിക്കണം, കടം മേടിക്കണം, അടുത്ത തലമുറയ്ക്കായിട്ട് എപ്രകാരം കൈമാറ്റം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ വികലമായ ഹാബിറ്റുകൾ, സ്വഭാവ രീതികൾ, ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ ചില ട്രെയ്റ്റുകളൊക്കെ പലരും ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് പലപ്പോഴും ഈ മേഖലയിൽ അവരുടെയൊക്കെ അടിത്തറ ഇളകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു ഫെയ്ത്ത് ഡ്രിവൺ ആക്ഷൻസ് ആണ് ഈ ബിബ്ലിക്കൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. സാമ്പത്തികമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ
ഒരു വിശ്വാസാധിഷ്ഠിത ജീവിത രീതി അല്ലെങ്കിൽ വിശ്വാസ അധിഷ്ഠിത പ്രവർത്തന രീതിയിലേക്കാണ് നമ്മൾ ഈ മേഖലയിൽ കൊണ്ടുപോകുന്നത്. തോന്നുന്ന പോലെ ചെലവഴിക്കാനും തോന്നുന്ന പോലെ അല്ല. ചിലരൊക്കെ പറയത്തില്ലേ, ഓ അധികം പ്ലാൻ ചെയ്യൊന്നും വേണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം, വന്നിടത്ത് വെച്ച് കാണാം, ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല, പണം വരും പോകും എന്നൊക്കെയുള്ള സാധാരണ കമൻറ്റുകളുടെ ഇടയിൽ കുറച്ചുകൂടി വിസ്ഡം ഉപയോഗിച്ച്, വിസ്ഡം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അല്ലേ. നമുക്കറിയാം നോളജ് ആൻഡ് വിസ്ഡം ഡിഫറെൻ്റ് ആണ്. നോളജ് അറിവാണ്, അത് തലച്ചോറിലാണ്. വിസ്ഡം ആന്തരിക ജ്ഞാനമാണ്, അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്നതാണ് ജ്ഞാനം എന്നുള്ളത്. അപ്പം ഈ മേഖലയിൽ കുറെ കൂടി ജ്ഞാനം ഉപയോഗിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട മേഖലകളിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, ഒരു ഡിലിജന്റ് സ്റ്റുവർഡ്ഷിപ്പാണ്. വളരെ എന്താ പറയുക, വളരെ ദാർശനികമായ രീതിയിലുള്ള ഡിലിജൻ്റ് ആയിട്ടുള്ള പക്വതയോടുകൂടിയുള്ള ഒരു സ്റ്റുവർഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യസ്ഥത എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ലൊരു സ്റ്റുവർഡ്ഷിപ്പിനെ കുറിച്ചുള്ള പല എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. എന്തിനാണ് നമ്മളിതിൻ്റെ കാര്യസ്ഥതയുടെ കണക്കെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം, സമ്പത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവമാണ് നമുക്ക് അനുഗ്രഹം തരുന്നത്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് സുപരിചിതമാണ്. നമ്മുടെ ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന്, അതിൻ്റെ മഹത്വത്തിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ബോധ്യം അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും സ്വായത്തമാവുകയാണ്. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, ഗോഡ് ഈസ് റിച്ച്, മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരും. സിറമലബാർ ലിറ്റർജിയിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. സകല കൃപാവരങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സമ്പന്നമായ സഭയിൽ. പിന്നീട് ടെക്സ്റ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സമ്പന്നമായ എന്നുള്ള വാക്ക് മാറിപ്പോയി. അപ്പോഴത്തേക്കും ഞാൻ അന്നത്തെ ലിറ്റർജി കമ്മീഷൻ ചെയർമാനായിരുന്ന എലവനാൽ പിതാവിനോട്, അന്ന് കല്യാൺ ബിഷപ്പായിരുന്ന എലവനാൽ പിതാവിനോട് ഞാൻ ചോദിച്ചു, അതെന്താ ആ അഡ്ജക്റ്റീവ് എടുത്ത് മാറ്റിയത്? എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അഡ്ജക്റ്റീവാണ്. കുഞ്ഞുനാൾ മുതൽ എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയൊരു പ്രാർത്ഥനയാണ്. സകല കൃപാവരങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സമ്പന്നമായ സഭയിൽ. ചർച്ച് ഇസ് റിച്ച്. ആ റിച്ച്നെസ് നമ്മൾ ഈ കാണുന്ന സ്വർണ്ണമോ വെള്ളിയമോ കെട്ടിടമോ ഒന്നുമല്ല. സഭ സമ്പന്നമാണ്. എങ്ങനെ സമ്പന്നം? കൃപാവരങ്ങളാൽ സമ്പന്നമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ സമ്പന്നം. അപ്പോൾ പിതാവ് എനിക്ക് തന്ന മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ടീച്ചറെ, അത് 2 അഡ്ജക്റ്റീവ്, മുടിചൂടി നിൽക്കുക എന്ന് പറയുന്നതിന് ഒരു അഡ്ജക്റ്റീവാണ്, വീണ്ടും സമ്പന്നമായ മറ്റൊരു അഡ്ജക്റ്റീവ്. 2 അഡ്ജക്റ്റീവുകൾ വേണ്ടല്ലോ എന്നൊക്കെ ഒരു അഡ്ജക്റ്റീവിൽ നമ്മൾ നിർത്തിയതാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ആ മറുപടിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ സഭ സമ്പന്നമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ, കൃപാവരങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമ്പന്നരാക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയക്കാരുടെ ലേഖനത്തിൽ ഈ വചനം ഇപ്രകാരം പറയുന്നത്. എപ്രകാരമാണ് ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത് എന്നുള്ളത് അല്ലേ. അത് തന്നെ നമ്മൾ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ എപ്പിസോഡ് കേൾക്കുന്നതെങ്കിൽ ബൈബിൾ എടുക്കുന്നതും ഈ വചനഭാഗങ്ങളൊക്കെ വായിക്കുന്നതും നോക്കുന്നതൊക്കെ നല്ലതായിരിക്കും. 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും, സഭാപ്രസംഗൻ പറയുന്നു, ദൈവമാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്, ദൈവമാണ് നമുക്ക് സമൃദ്ധി നൽകുന്നത്, ദൈവമാണ് അത് അനുഭവിക്കാനുള്ള കഴിവ് നൽകുന്നത്. ചിലർക്ക് സ്വത്തൊക്കെ ഉണ്ട്, സമ്പത്തുണ്ട്, വരുമാനമുണ്ട്, പക്ഷെ അനുഭവിക്കാനുള്ള എന്തോ ഒരു കർമ്മയോഗം ഇല്ലാത്ത പോലെ തോന്നും. ദൈവമാണ് അതും തരുന്നത്. അതുകൊണ്ട് ഈ അവസ്ഥയെ നമ്മൾ മാനിക്കണം. വി ഹാവ് ടു റെസ്പെക്ട് അവർ ഫിനാൻഷ്യൽ പൊസിഷൻ. നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ്, എത്രത്തോളം ഉണ്ട് എന്നതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, മാനിക്കണം. ബിക്കോസ് നമുക്കുള്ളതെല്ലാം ദൈവം ദാനമായി നൽകിയതാണ്. സമ്പത്ത് പല എപ്പിസോഡിലും നമ്മൾ കണ്ടു അല്ലേ. നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നൽകിയ ക്രയശേഷി ഉപയോഗിച്ചുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-ാമത്തെ എപ്പിസോഡിൽ, 4-ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഞാൻ ആ വിഷയം എടുത്തത്. അതായത് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ അല്ലേ, നിന്റെ കഴിവും നിന്റെ ഭുജബലവുമാണ് ഈ സമ്പത്തെല്ലാം നേടിത്തന്നാന്ന് ഹൃദയത്തിൽ പോലും നീ ചിന്തിക്കരുത്. നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം വാക്യം. അതായത് കർത്താവാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്, കർത്താവാണ് സമ്പത്ത് ഉണ്ടാക്കാനുള്ള ക്രയശേഷി, ദ ഹ്യൂമൻ റിസോഴ്സ്
മനുഷ്യ വിഭവശേഷി നൽകി നമ്മളെ അനുഗ്രഹിച്ചത്. കർത്താവ് നൽകിയ ഈ മനുഷ്യ വിഭവശേഷി അത് ഉപയോഗിക്കുക, അതിനെ മാനിക്കുക, അധ്വാന ഫലം ആസ്വദിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ദിസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് കം ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നാണ് എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളും കടന്നു വരുന്നത്. ദൈവം നൽകിയ സാമ്പത്തിക അനുഗ്രഹങ്ങളെ നമ്മൾ ദാനമായി കാണുന്നത് കൊണ്ടാണ് ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, സ്റ്റുവേർഡ്ഷിപ്പ്. സോ ഡിലിജൻറ്റ് സ്റ്റുവേർഡ്ഷിപ്പ്, ജാഗരൂകതയോടുകൂടിയുള്ള കാര്യസ്ഥത എന്ന് പറഞ്ഞാൽ ദൈവം തന്ന ഈ ധനത്തെ, സാമ്പത്തിക സ്ഥിതിയെ ഞാൻ മാനിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അതിനെതിരെ പിറുപിറുക്കുന്നില്ല. ദൈവം നൽകിയ സമ്പത്തിനെ ഓർത്തുകൊണ്ട് ഇത് പോരാ, അവർക്ക് കൂടുതലുണ്ട്, എനിക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്കത് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ താരതമ്യം ചെയ്യാതെ, ഞാൻ പരസ്പരം കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് തട്ടിച്ചു നോക്കിയൊക്കെ ചെയ്യാതെ ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ, പലപ്പോഴും അത് നമ്മളതിനെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തായിരിക്കാം, പൂർവികരിൽ നിന്ന് ലഭിച്ച സ്വത്തായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, ഞങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയും വിൻഫോൾ ഗെയിൻസ് എന്ന് പറയും. വിൻഫോൾ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക, ആ സ്ഥലത്തിൻ്റെ അടുത്ത് കൂടി ഒരു റെയിൽവേ ലൈൻ പോകുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു റോഡ് വികസനം വരുന്നു, അവിടെ ഒരു വലിയ ഫാക്ടറി വരുന്നു, ഒരു പൊതുമേഖലാ സ്ഥാപനം വരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ വില വർദ്ധിക്കുന്നു. ഈ വില വർദ്ധിക്കുന്നതിനെയാണ് വിൻഫോൾ ഗെയിൻസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിത പല കുടുംബങ്ങളും അങ്ങനെ പെട്ടെന്ന് സാമ്പത്തികമായി ഉയരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരു കസിൻ എങ്ങനെ വീട് വെക്കണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് അവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ കൂടിയുള്ള റോഡിന് വികസനം വന്നത്. റോഡിന് വികസനം വന്നപ്പോൾ ഇവരുടെ കുറച്ച് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഏതാണ്ട് ഒരു 40 ലക്ഷം രൂപയോളം അതുവഴിയായിട്ട് അവർക്ക് ലഭിക്കുകയും അതുപയോഗിച്ച് അവർ ആ റോഡിനെ ഫേസ് ചെയ്ത് തന്നെ ഒരു വീട് പണിയുകയും ചെയ്തു. ഇത് അപ്രതീക്ഷിതമായിട്ട് ദൈവം ചിലർക്ക് കൊടുക്കുന്ന ചില അനുഗ്രഹങ്ങളാണ്. അതിനെ വിൻഫോൾ ഗെയിൻസ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മൈഗ്രേഷൻ്റെ ഈ നാളുകളിൽ പല കുടുംബങ്ങളിൽ നിന്ന് അനേകം പേര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയത് കൊണ്ട് അവിടെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും ജീവിതവും ഒക്കെ അവർക്ക് ലഭിച്ചത് കൊണ്ട് മാത്രം അവരവിടെ നന്നായിട്ട് ജീവിക്കുകയും അവരവിടെ സൃഷ്ടിച്ച പണത്തിൻ്റെ ഒരു വീതം നാട്ടിലേക്ക് അയച്ച് ബന്ധുമിത്രാദികളും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് വന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ കർത്താവ് ഇടപെട്ട് ഓരോരുത്തരുടെ ജീവിതങ്ങളെ ആശ്ലേഷിക്കുന്നതും സാമ്പത്തികമായവരെ ഉയർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് ജാഗരൂകതയുടെ ഒരു കാര്യസ്ഥതയാണ് വേണ്ടത് എന്ന് പറയുന്നത്. ജാഗരൂകതയുടെ ഒരു കാര്യസ്ഥത എന്ന് പറയുമ്പോൾ ദൈവം തന്നതിന് ദൈവത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു, അല്ലേ? അതിൻ്റെ ക്രെഡിറ്റ് ദൈവത്തിന് കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. പല സ്ഥലം കൊറിന്തോസർക്ക് ലേഖനത്തിൽ പറയുന്നില്ലേ, ദാനമായി ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പ്രത്യേകിച്ചും പറയാണ്. ഞാനല്ല, ദൈവമാണ് എനിക്കിതെല്ലാം തന്നത്. എൻ്റെ അധ്വാനം, ഞാൻ അധ്വാനിച്ചു. അതുപോലെ സ്ഥലം പറഞ്ഞു, ഞാൻ അധ്വാനിച്ചു, മറ്റുള്ളവരെക്കാൾ അധികമായി ഞാൻ അധ്വാനിച്ചു. പക്ഷെ ഞാൻ അധ്വാനിച്ചെങ്കിലും ഇതെല്ലാം ലഭിക്കപ്പെട്ടത് ദൈവകൃപയാലാണ്, ദാനമാണ് എന്ന് സ്വയം ഏറ്റുപറയുന്ന ഒരവസ്ഥ. അതാണ് ഈ ഫെയ്ത്ത് ഡ്രിവൺ ആക്ഷനിലെ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിൽ നമുക്ക് ആദ്യമായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മേഖല, ദൈവം ദാനമായിട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി ഇരുന്നു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാകത്തില്ല എന്ന് നമുക്കറിയാം, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം, വിശ്വാസത്തെ കുഴിച്ചെടുത്തത് പോലെയാണ്. വിശ്വാസത്തെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വിശ്വാസം വളരില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രയശേഷി, നമ്മൾ താലന്തുകളുടെ ഉപമയിലൊക്കെ അതൊക്കെയുള്ള കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. താലന്തുകളുടെ ഉപമയിൽ അതുകൊണ്ട് താലന്ത് ഉപയോഗിച്ച വ്യക്തിയെ കർത്താവ് സംബോധന ചെയ്ത് ഇപ്രകാരമാണ്, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ. രണ്ട് വാക്കുകളും വളരെ പ്രധാനപ്പെട്ടാണ്. ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ഹു ഈസ് ഗുഡ്, ദെയർഫോർ ഹു ഈസ് ഗുഡ്, ആരാണ് അതുകൊണ്ട് നല്ലവൻ? ഹു ഈസ് ഫെയ്ത്ത്ഫുൾ, ആരാണ് അതുകൊണ്ട് വിശ്വസ്തൻ? വിശ്വസ്തൻ യഥാർത്ഥത്തിൽ ദൈവം നൽകിയ ദാനങ്ങളെ, ദൈവം നൽകിയ ക്രയശേഷിയെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നവനെയാണ് കർത്താവ് ഗുഡ് എന്ന് വിളിക്കുന്നത്. ധനികനായ യുവാവ് കർത്താവിൻ്റെ അടുക്ക ചെന്നുവെച്ചും നല്ലവനായ ഗുരു എന്ന് പറയും. കർത്താവിനെ നല്ലവൻ എന്ന് വിളിക്കും. ഇവിടെ കർത്താവ് മനുഷ്യനെ നല്ലവൻ എന്ന് വിളിക്കുന്നു. യു ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ആരാണ് നല്ലവൻ? നമുക്കറിയാം, അല്ലേ? ആരാണ് നല്ലവൻ? ദൈവം ഏൽപ്പിക്കപ്പെട്ട ദാനങ്ങൾ, ദൈവം ഏൽപ്പിക്കപ്പെട്ട തന്ന ക്രയശേഷി.
ചിലർക്ക് പഠിക്കാൻ കഴിവ്, ചിലർക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവ്, ചിലർക്ക് ഒരു പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള കഴിവുകൾ, ചിലർക്ക് ആർട്ടിസ്റ്റിക് കലാപരമായ കഴിവുകൾ. മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന പല രീതിയിൽ, വ്യത്യസ്തമായ രീതിയിലാണ്. ഈ വ്യത്യസ്തമായി ദൈവം തന്നിരിക്കുന്ന കഴിവുകളായിട്ട് മാക്സിമം ഉപയോഗിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് താലന്ത് കുഴിച്ചിട്ടവനിൽ നിന്ന് അതുകൂടി എടുക്കപ്പെടുമെന്നുള്ള രീതിയിൽ ഉള്ളവന് വീണ്ടും നൽകുമെന്നും വീണ്ടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഉള്ളതും ഇല്ലാത്ത? ദൈവത്തിന് മുമ്പിൽ ദൈവം നൽകിയ ദാനങ്ങളെ അംഗീകരിക്കുകയും ഈ ദാനങ്ങൾ വളർത്താനുള്ള പരിശ്രമം എടുക്കുകയും ചെയ്യാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തി, വിശ്വസ്തനായ വ്യക്തികളെ വീണ്ടും 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 ദൈവം അനുഗ്രഹിച്ച് മാറ്റി നിർത്തിയ വ്യക്തികളൊക്കെ ഇതുപോലെ ദൈവത്തെ ചേർത്ത് പിടിച്ച് സംസാരിച്ചാണ്. വിശ്വാസത്തെ കുഴിച്ചിടാതെ വിശ്വാസത്തിൽ ഏറ്റു പറയുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം സാമ്പത്തികമായി വളരെയധികം അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ അബ്രഹത്തെ വിശ്വാസികളുടെ പിതാവെന്നൊക്കെ വിളിക്കുമ്പോൾ അബ്രഹത്തിൻ്റെ വാക്കുകളിൽ, അല്ലെങ്കിൽ അബ്രഹാം തൻ്റെ അധരങ്ങളിലൂടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത കൊച്ചിനോട് എങ്ങനെയാണ് നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഉൽപ്പത്തി 22 നമ്മൾ അടുത്ത് പഠിച്ചു വരുമ്പോഴത്തേക്കും വളരെ മനോഹരമാണ് ആ ഭാഗങ്ങൾ. അപ്പം ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇപ്രകാരമാണ് അബ്രഹാം ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരുമെന്ന് പറയുന്നു. അതിനു മുമ്പ് തന്നെ മകനെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അബ്രഹാം വാസ് നോട്ട് അറ്റ് ഓൾ ഇമോഷണലി ചലഞ്ച്ഡ് ഓർ ഡിസ്റ്റർബ്ഡ്. ഈ നടന്നു പോകുന്ന അപ്പൻ ഒട്ടും വൈകാരികമായി അസ്വസ്ഥനല്ലായിരുന്നു. അതുകൊണ്ടാണ് മകന്റെ ചോദ്യത്തിന് മകനെ എന്ന് വിളിച്ചിട്ട് ശാന്തമായി മറുപടി പറയാൻ സാധിച്ചത്. കാരണം വിശ്വാസം ഒരു ബോധ്യമാണ്, വിശ്വാസം ഒരു ഉറപ്പാണ്. നമുക്കറിയാം അല്ലേ, എബ്രായർ 11:1. അതൊരു ബോധ്യവും ഉറപ്പുമായതുകൊണ്ട് അല്പം പോലും ചഞ്ചല ചിത്തനാകാതെ, അസ്വസ്ഥനാകാതെ അബ്രഹത്തിന് പറയാൻ സാധിച്ചു, ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ ഉയർത്തി സംസാരിക്കുന്നതാണ് വിശ്വാസം. അനുകൂല സാഹചര്യങ്ങളിൽ ദൈവത്തെ ഉയർത്തി സംസാരിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തെ ഉയർത്തി സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വിശ്വാസം. അതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ചങ്കുറപ്പ് അതാണ്, വിശ്വാസത്തിൻ്റെ ബോധ്യം അതാണ്. അപ്പോൾ ആ രീതിയിൽ അബ്രഹാം സംസാരിക്കുമ്പോൾ കർത്താവ് ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തെ മാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ മുൾപ്പടർപ്പിലൊരു കുഞ്ഞാടിനെ കണ്ടു എന്നും പിന്നീട് ബലിയർപ്പിച്ചു എന്നൊക്കെ നമ്മൾ ചരിത്രം പറയുന്നു. ഇവിടെ എന്താണ് നമ്മൾ പറയേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയെ അഭിവൃദ്ധിപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവും കൃപയും കരുണയും കടാക്ഷവും നമ്മളോടൊപ്പം നീങ്ങണമെങ്കിൽ വിശ്വാസത്തിൽ ഏറ്റുപറയുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ വിശ്വസ്തനായ ഭൃത്യനെയും അബ്രാഹത്തെയും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖല, ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും നെഗറ്റീവേ സംസാരിക്കുകയുള്ളൂ. എൻ്റെ ജീവിതം നന്നാകാൻ പോകുന്നില്ല, എൻ്റെ സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടാൻ പോകണില്ല, ഈ കടമൊന്നും തീർക്കാൻ പോകണില്ല, ഈ കട എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ, ഈ വസ്തു ജപ്തി അല്ലാണ്ട് ഇനി എങ്ങനെയാണ് എപ്പോഴും നെഗറ്റീവ് സംസാരിക്കുന്ന, സാമ്പത്തിക മേഖലയിൽ നെഗറ്റീവ് സംസാരിക്കുന്ന മനുഷ്യർക്ക് എന്നും നെഗറ്റീവായിരിക്കും. എനിക്ക് പൈസയില്ല, എനിക്ക് മാത്രം പൈസയില്ല, നമ്മുടെ കുടുംബം ദരിദ്രമാണ്, നമ്മുടെ കുടുംബം എന്നും ദരിദ്രരായിരിക്കും, നമ്മൾ ജനിച്ചത് ദാരിദ്ര്യത്തിലാണ്, പിന്നെ നമ്മളെങ്ങനെ വളരാനാണ്. ഇങ്ങനെ സാമ്പത്തിക മേഖലയിൽ നെഗറ്റീവ് സംസാരിക്കുന്ന വ്യക്തികളെ ഞാൻ അടുത്ത് പഠിക്കുമ്പോൾ അവർക്ക് എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അവർക്കെന്നും ഇപ്പം കുറച്ച് പൈസ കൊടുത്ത് നമ്മളവരെ സഹായിച്ച് അവരുടെ ഇന്നത്തെ അവസ്ഥ മാറ്റാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനേക്കാളും മോശമായ സാമ്പത്തിക അവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ട്. കാരണം നെഗറ്റീവ് പറയുള്ളൂ. ദഹനബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തരുമെന്ന് പോസിറ്റീവായി സംസാരിച്ച അബ്രഹത്തിന് ദൈവത്തിൻ്റെ കൃപയും കരുണയും വർഷിച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് മൈ നീഡ്സ്. എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം, എൻ്റെ മക്കളുടെ വിവാഹം, എൻ്റെ കുടുംബം ഒന്നുകൂടി നന്നായിട്ട് പണിയുന്നത്, അല്ലെങ്കിൽ എനിക്ക് മെച്ചപ്പെട്ട ജോലി കിട്ടുന്നത്, ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഹാബിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മണി ഹാബിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് സംസാരിക്കുന്നു അതനുസരിച്ച് സംഭവിക്കും, അല്ലേ? നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ്, ഫെയ്ത്തും ട്രസ്റ്റും രണ്ട് ഡയമെൻഷനാണ്. ഫെയ്ത്തിൽ നിന്ന് ട്രസ്റ്റിലേക്കുള്ളൊരു ദൂരമുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ആശ്രയത്വത്തിലേക്കുള്ള ദൂരമാണത്. കേവലം വിശ്വാസം തിയററ്റിക്കലായിട്ട് ചിന്തിച്ചത് കൊണ്ട് മാത്രമായില്ല, ആശ്രയിക്കുന്ന രീതിയിലുള്ള
സംസാരം, ഇടപെടലുകൾ, അല്ലേ? കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഗോഡ് വിൽ ബ്ലസ് മീ വിത്ത് ഓൾ ദി അബണ്ടന്റ് റിസോഴ്സസ്. ദൈവം എനിക്ക് എല്ലാം നൽകും എന്ന രീതിയിലുള്ള ഒരു ദൈവത്തിലേക്ക് ചേർന്ന് എന്നുള്ളൊരു ആശ്രയത്തിൻ്റെ വരികൾ. അതാണ് പച്ചയായ മേടകളിലൂടെ അവിടുന്ന് തന്നെ നയിക്കും. അപ്പോൾ ഈ ട്രസ്റ്റും ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ താത്വികമായ അല്ലെങ്കിൽ തിയററ്റിക്കലായ സൈദ്ധാന്തികമായ തലത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആശ്രയത്വത്തിൻ്റെ തലത്തിലേക്ക് എൻ്റെ ദൈവം എനിക്ക് നൽകും, എൻ്റെ ദൈവം എനിക്ക് തരും എന്നുള്ളൊരവസ്ഥയിലേക്കുള്ള നമ്മുടെ വാക്കുകളിലൂടെ, വിശ്വാസം അധരങ്ങളിലൂടെയും കൂടി പ്രഘോഷിക്കുമ്പോഴാണ് അത് ആക്ഷൻ ആകുന്നത്, അല്ലേ? അത് തിയറിയായിട്ട് നമ്മുടെ തലച്ചോറി കിടന്നുകൊണ്ട് മാത്രമായില്ല, അല്ലെങ്കിൽ ചിന്തകളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ആയാൽ മാത്രമല്ല, അധരം കൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്കും, നമ്മൾ പറയത്തില്ലേ യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുന്നത് പോലെ തന്നെ സമ്പത്തിൻ്റെ മേഖലയിൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഈ ഒരു അഷ്വറൻസ്, ഈ ഒരു ബോധ്യം, ഈ ഒരു ചങ്കുറപ്പ്, വിശ്വാസം ബോധ്യമാണ്, വിശ്വാസം ഉറപ്പാണ്. ഈ ഒരു ചങ്കുറപ്പിലും ബോധ്യത്തിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമ്പോൾ, നമ്മുടെ കുട്ടികൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് കിട്ടാതെ വന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും, നമ്മുടെ അല്ലെങ്കിൽ ഭാര്യ കുറച്ചുകൂടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ആ മേഖലയിൽ കുറച്ച് നഷ്ടം വന്നെന്ന് വിചാരിക്കുക, ഭർത്താവ് ചെയ്ത ബിസിനസ്സിൽ എവിടെയും തളർച്ച, അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. കാര്യങ്ങളെ, പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തണം, വിലയിരുത്തി സംസാരിക്കണം. പക്ഷേ താറടിച്ചുകൊണ്ട് ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുള്ള സംസാരം മാറ്റിക്കൊണ്ട്, ചില സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തെ ഇപ്പുറത്തെ വീട് നോക്കിയിട്ട് ഭർത്താവിനോട് അതാണ് വീട്, ഇതെന്തോന്ന് വീട് എന്നുള്ള മട്ടിൽ ആ രീതിയിൽ സംസാരിക്കാതെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ പോസിറ്റീവ് മാത്രമേ സംസാരിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കുക, പറയുകയുള്ളൂ, കേൾക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ അതിൻ്റെ നെഗറ്റീവ് സ്വരം ഒരിക്കലും ഉണ്ടാകാൻ പോകരുത്. മറിച്ച് പോസിറ്റീവായിട്ട് മാത്രം നമുക്ക് സാമ്പത്തിക മേഖലയെ കാണാം. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് സഭാപ്രസംഗം വായിക്കാം. സമ്പത്തും സമൃദ്ധിയും അതനുഭവിക്കാനുള്ള കഴിവും നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാന ഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ദൈവം നൽകിയതിനെ മാനിക്കുക, വീണ്ടും അധ്വാനിക്കുക, അധ്വാനിച്ച് കിട്ടുന്നതിനെ വീണ്ടും മാനിക്കുക. ഇതാണ് സാമ്പത്തിക സുവിശേഷം, സമ്പത്തിൻ്റെ സുവിശേഷം. നന്ദി.